ഹരേ കൃഷ്ണ. ഒരു പ്രഭു ഹരേ കൃഷ്ണ. സ്വാഗതം. ഹരേ കൃഷ്ണ. ഞാൻ അംബിക മാതാജി. ഹരേ കൃഷ്ണ കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ പ്രീത മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മള് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒന്നാമത്തെ കാണ്ഡോയിലെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പൂർത്തിയാക്കി. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് പല പല കാര്യങ്ങൾ കണ്ടിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. അവിടെ ഋഷിമാരുടെ ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത് കൂടിയ ഋഷിമാര് അവിടെ വ്യാസാസനത്തിൽ അവരോധിതനായിട്ടുള്ള സൂത ഗോസ്വാമിയോട് അവിടെ കൂടിയിരിക്കുന്ന ഋഷിമാര് ചോദ്യം ചോദിക്കുന്നു, അല്ലേ? അപ്പം അവിടെ ഇരിക്കാനായിട്ടുള്ള യോഗ്യത എന്താണെന്നും അതുപോലെ ചോദ്യം ചോദിക്കാനുള്ള യോഗ്യത എന്താണെന്നും എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടതെന്നൊക്കെ നമ്മൾ കണ്ടു കുറേ ശ്ലോകങ്ങളിലായിട്ട്. അങ്ങനെ ഒന്നാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങുവാണ്. അപ്പം നമുക്ക് ഇന്ന് ഗുരുപ്രഭു എത്തിയിട്ടുണ്ട്. അപ്പം പ്രഭുവാണ് നമുക്ക് ഇന്ന് ആ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി പോലെ, അതായത് എന്താണ് കണ്ടന്റ്, അത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾക്കത് പ്രയോജനം ചെയ്യും. ഇതിനകത്ത് ഇന്നതാണെന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ അത് ഈസി പോയി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രഭു നമ്മളോട് അതിൻ്റെ ഒരു സമ്മറി പറയുകയാണ്. അപ്പം പ്രഭു സ്വാഗതം. പ്രഭു ഹരേ കൃഷ്ണ. ആൾക്കാർ കയറുന്നേ ഉള്ളൂ. പ്രഭു തുടങ്ങിയുള്ളൂ. ഹരേ ബോൾ. ഹരേ കൃഷ്ണ. പ്രഭു ഹരേ ശ്രീമദ് കൃഷ്ണ. ഭാഗവതം. പ്രഭുജി ശ്രീമദ് ഭാഗവതമാണോ ഇന്ന്? അതെ അതെ, ശ്രീമദ് ഭാഗവതമാണ്. ശ്രീമദ് ഭാഗവതമാണ് അതെ അതെ അതെ. രണ്ടാമത്തത്. ഞാൻ രണ്ടാമത്തെ അധ്യായം തുടങ്ങുന്നു. ഞാൻ ശരി മെസ്സേജ് ശരി. ഇട്ടിട്ടുണ്ടായിരുന്നു, മാതാജി പ്രഭുജി കണ്ടില്ലായിരുന്നു. നമസ്കാരം. ഞാൻ എടുത്തില്ല, ഞാൻ ഇല്ലായിരുന്നു പ്രഭുജി, ഞാൻ ആ, ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ ജയ രഥ മാധവ കുഞ്ച ബിഹാരി ഗോപിജന വല്ലഭ ഗിരിവരധാരി യശോദനന്ദന ബ്രിജ ജനരഞ്ജന യമുന തീരാവനചാരി ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓമജ്ഞാനനിവരന്തസ്യ ജ്ഞാനാശ്ലാഘ്യ ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സുഖദാന്തികം. വന്ദേകം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരോൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗരജാതം സഗണ രഘുനാഥാനിതം തം സദീവ സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണ ലളിത ശ്രീവിശാഖാനിതാംശ ഹി കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതി ഗോപേശ ഗോപിക കാന്ത രാധാകാന്ത നമസ്തുതേ തപ്ത കാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി ശഭാനുസ്തുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയതാം സർവോപങ്കർമ്മദീർഘതിമത്സർവസപാദാംബുജോ രാധാ മദന മോഹന ദിവ്യാത് വൃന്ദാരണ കൽപദ്രുമദാ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാശീല ഗോവിന്ദ ദേവോ പൃഷ്ഠാലവി സേവ്യമാനോ സ്മരാമി. ശ്രീമാരാസരസാംശി വളതടസിത കർഷാർ വേണൂർ സവേർ ഗോപിർ ഗോപിർനാഥസ്ത്രീയസ്തു തപ്ത കാഞ്ചന ഗൗരംഗി രാധേ വൃന്ദാവനേശ്വരി ശഭാനുസ്തുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുപശ്യ കൃപാസിന്ധുവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ മഹാവദന്നായ കൃഷ്ണപ്രേമവദായ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമനെ ഗൗരതിശേ നമോ നമഃ. നമോ ബ്രാഹ്മണ്യദേവായ ഗോബ്രാഹ്മണതായ ജഗദാകൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. നിത്യാനന്ദമഹം നമാമി സർവാനന്ദകരം വരമരിനാമപ്രദം ദേവം അവധൂത ശിരോമണി പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപം ഭക്താവതാരം ഭക്താഖി നമാമി ഭക്തശക്തി. കൃഷ്ണായ
വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നമ പങ്കജനാമായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രിയേ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹാനാദിരാതിർ ഗോവിന്ദ സർവകാരണ കാരണ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരി ഓം സത് സത്. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 2-ാമത്തെ സ്കന്ധത്തിലെ 2-ാമത്തെ അധ്യായം, അന്തരംഗസ്ഥനായ ഭഗവാൻ എന്ന ഈ അധ്യായത്തിൽ നമുക്ക് ഒന്ന് ഭാഗവതത്തെ പറ്റി ഒന്ന് നോക്കാം. ഇവിടെ 4 കുമാരന്മാർ ഭാഗവതം വേദത്തിന്റെ എസൻസ് ആണെന്ന് നാരദമുനിയോട് പറയുന്നു. അതായത് ബദ്രികാശ്രമത്തിൽ നിന്ന് വൃന്ദാവനത്തിലും വന്നിട്ട് ആ ജ്ഞാന വൈരാഗ്യം, അതായത് ഭക്തിദേവിയുടെ 2 മക്കളായ ജ്ഞാനവും വൈരാഗ്യത്തിനും നേരെ നിൽക്കാനും പോലും കെൽപ്പില്ലാത്ത ഒരവസ്ഥയിൽ നാരദമുനി കാണുകയും അതിൻ്റെ പരിണിതഫലമായിട്ട് ഭാഗവതം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും ബലം വന്നു. അങ്ങനെ അവര് നമ്മുടെ വൃന്ദാവനത്തിൽ ഭാഗവത ശ്രവണം കേൾക്കുവാൻ തുടങ്ങി. അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഭാഗവത ശ്രവണത്തിൽ എല്ലാ വ്യക്തികൾക്കും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകും. എങ്ങനെയെന്ന് വെച്ചാൽ ഭാഗവതം എന്ന് പറയുന്നത് നമുക്കറിയാം, 1-ാമത്തെ അധ്യായത്തിൽ പറയേണ്ടത് നിഗമ കൽപ്പതരിതോർ ഗളിതം. ആ ശ്ലോകത്തിൽ 1:3 തോന്നുന്നു. നിഗമ നീ എന്നാൽ അത് താഴോട്ട് വന്നു എന്നാണ്. എവിടുന്ന് താഴോട്ട് വന്നു എന്ന് വെച്ചാൽ ഭഗവാനിൽ നിന്ന് താഴോട്ട് വന്നു നീ. അടുത്തത് പറയുന്നത് ഗമ എന്നാൽ വരുന്നു. ഇതിന്റെ അർത്ഥം വേദിക് നോളജ് താഴോട്ട് വരുന്നു. എവിടുന്ന്? ഭഗവാനിൽ നിന്ന്. അപ്പൊ ഭഗവാനിൽ നിന്ന് വന്ന വേദിക് നോളജാണ് ശ്രീമദ് ഭാഗവതം. അതാണ് വേദത്തിന്റെ എസൻസ് എന്ന് പറയുന്നു. അപ്പൊ നിഗമ എന്ന് പറഞ്ഞാൽ, നീ എന്ന് പറഞ്ഞാൽ താഴോട്ട് വരിക, ഗമ എന്ന് പറഞ്ഞാൽ വരുന്നു. ആ നോളജ്, വേദിക് നോളജ്, നീ താഴോട്ട്, ഗമ എന്നാൽ വരുന്നു. ഇതിന്റെ അർത്ഥം വേദിക് നോളജ് താഴോട്ട് വരുന്നു. എവിടുന്ന്? ആരുടെ കയ്യിൽ നിന്ന്? ഭഗവാന്റെ കയ്യിൽ നിന്ന്. അത് ആചാര്യന്മാരിൽ കൂടി നമ്മളിൽ എത്തുന്നു. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിഗമ എന്ന് പറയുന്നത്. ഇനി വേദം ഒരു മരമാണ്. അതായത് ശ്രീമദ് ഭാഗവതം വേദമാകുന്ന മരത്തിന്റെ ഫലം, ഗളിതം, പാകമായ പഴം. ശ്രീമദ് ഭാഗവതം വേദമാകുന്ന മരത്തിന്റെ ഫലം, ഗളിതം, അതായത് വെറും പഴമല്ല, പാകമായിട്ട് പഴുത്ത പഴം. സുഖമുഖാത് അമൃതദ്രവ സംയുതം. ഈ പഴമോ അമൃതാണ്, രുചിയാണ്. എന്നാൽ ആരുടെ വായിൽ നിന്ന് വന്നു? സുഖദേവ് ഗോസ്വാമിയുടെ മുഖാരവിന്ദത്തിൽ നിന്ന് വരുന്നു. സുഖ എന്ന് പറഞ്ഞാൽ തത്ത. സത്യത്തിൽ സുഖ ശ്രീമതി രാധാറാണിയുടെ തത്തയാണ്. തത്ത രുചിച്ച പഴം കഴിക്കാൻ അതിമധുരമാണ്. അപ്പോ ആ ഭഗവാന്റെ ഭക്തന്റെ മുഖാരവിന്ദത്തിൽ നിന്ന് വരുന്ന ശ്രീമദ് ഭാഗവതം കേൾക്കുമ്പോൾ കർണത്തിന് ആസ്വാദകരം, മനസ്സിന് ആനന്ദം, ഹൃദയത്തില് ആനന്ദം. അപ്പോ കർണത്തിന് ആസ്വാദകരമായത് ചെവിയിൽ കൂടി ഹൃദയത്തിൽ കയറുകയും ഹൃദയത്തിൽ ആനന്ദം ഉണ്ടാവുകയും അതുപോലെ ആത്മാവിന്
പരമാനന്ദത്തിന്റെ പദത്തിലേക്ക് എത്താനും സാധിക്കുന്നു. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു വലിയ ഒരു ഒരു ആ, സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേദവൃക്ഷത്തിന്റെ ഇലകള്, തണ്ട്, വേര്, ശാഖകള് ഇതൊക്കെ കഴിച്ചാൽ മധുരിക്കുമോ? ഇല്ല. ആത്മാവിന് ആനന്ദം കിട്ടുമോ? ഇല്ല. അതായത് വേദമായ വൃക്ഷത്തിന്റെ എസൻസ് ആ ഫലത്തിൽ അടങ്ങിയിരിക്കുന്നു. പരിപൂർണമായും അത് കാരണം ഫലം ചെയ്യുന്ന മാതിരി വൃക്ഷത്തിന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വേദം എന്ന് പറയുന്നത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷത്തിന്റെ വകുപ്പിലോട്ടാണ് പോകുന്നത്. പക്ഷേ ശ്രീമദ് ഭാഗവതം നേരെ കൃഷ്ണപ്രേമത്തിലോട്ടാണ് പോകുന്നത്. ആയതിനാൽ ഏതൊരു വ്യക്തി കൃഷ്ണ അവബോധം പ്രാക്ടീസ് ചെയ്ത് ഹരിനാമം ജപിച്ച് ഭഗവത്ഗീത പഠിച്ച് ശ്രീമദ് ഭാഗവതത്തിലോട്ട് കയറി അത് ആസ്വദിക്കുമ്പോൾ ആ വ്യക്തി അമൃതാണ് കുടിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാ പറയുന്നത് വേദം ആകുന്ന വൃക്ഷത്തിന്റെ പക്വഫലമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ആചാര്യന്മാർ പറയുന്നത് ആ വൃക്ഷത്തിന്റെ, വേദമാകുന്ന വൃക്ഷത്തിന്റെ ഇലയോ പൂവോ കായോ തണ്ടോ ഇതൊക്കെ കഴിച്ചാൽ ഈ പാകമായ ഫലം കഴിക്കുന്ന രുചി ഒരിക്കലും കിട്ടുന്നില്ല. അതാണ് ഇവിടെ ഭാഗവതത്തെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതാണ് മരവും ഫലവും തമ്മിലുള്ള വ്യത്യാസം. ഉദാഹരണം പറയുകയാണെങ്കിൽ പാലിൽ നിന്നാണ് നെയ്യ് വരുന്നത്. പാല് കുടിച്ചാൽ നെയ്യുടെ രുചി ഉണ്ടാകുമോ? ഇല്ല. നെയ്യ് എന്നാൽ അതിന് ഒരു പ്രോസസ് ഉണ്ട് നെയ്യാകാൻ. ആ പ്രകാരം ശ്രീമദ് ഭാഗവതം നെയ്യാണ്. അപ്പോൾ അത് ആസ്വദിച്ചെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാകുകയുള്ളൂ. നെയ്യ് ആസ്വാദകരമാണ്. വിവിധ ഭാഗവതം രസമാലയം. അപ്പൊ ഇങ്ങനെയുള്ള ഭാഗവതം, അതും മഹാഭക്തനായ സുഖദേവ് ഗോസ്വാമിയിൽ നിന്ന് കേട്ടത്. സൂത ഗോസ്വാമി ഇവിടെ നൈമിഷരണയിൽ കൂടിയിരിക്കുന്ന ഋഷിവരികൾക്ക് പറഞ്ഞു കൊടുക്കുകയും അവർ ചോദിക്കുന്ന ചോദ്യത്തിൽ വളരെയധികം സന്തോഷിക്കുകയും ഇങ്ങനെയാണ് ഒരു ബ്രാഹ്മണർ ചെയ്യേണ്ടത് എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവർക്ക് തൃപ്തി കൊടുക്കുകയും ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അപ്പോ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ വളരെ വളരെ ശ്രേഷ്ഠമാണ്. ഭാഗവത പഠനം ചെയ്യുമ്പോൾ, അതായത് ശ്രീരാമായണത്തിൽ പറയുന്നുണ്ട്, കുംഭകർണന് യുദ്ധത്തില് വധിക്കുന്നു ശ്രീരാമചന്ദ്രൻ. അപ്പോ നിദ്രാദേവി പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങയ്ക്ക് ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങയെ കാണാനും അങ്ങയെ സേവ ചെയ്യുവാനും പരിചരിക്കാനും എല്ലാം. എന്നാൽ എനിക്ക് ആകെ കൂടി ഒരേ ഒരാളെ ഉള്ളായിരുന്നു. അദ്ദേഹത്തെ അങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ എന്താണ്? അപ്പം ശ്രീരാമചന്ദ്ര ഭഗവാൻ പറയുന്നുണ്ട്, സാരമില്ല ദേവി, എവിടെ ഭാഗവത കഥകള്, വേദിക് കഥകൾ കേൾക്കുന്നോ അവിടെ ആൾക്കാർ ഉറങ്ങും, അവരിൽ നിനക്ക് കയറിയിരിക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ 9:30 കഴിഞ്ഞു, എത്ര പേര് ഉറങ്ങുമെന്നറിയില്ല. അപ്പോ അത് നിദ്രാദേവി നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് ഞാൻ പറയില്ല, നിങ്ങൾ സ്വയം തീരുമാനിക്കുക. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഇനി ഇവിടെ ആയുർ ഹരതി വൈം പുംസാം ഉദ്യന്നസ്തം ച എന്നസൗ തസ്യാർത്ഥോ യക്ഷണേ നീത ഉത്തമ ശ്ലോക വാർത്തയ. അതായത് 2:3:17 ഒരു ശ്ലോകമാണിത്. ആയുർ ആയുസ്, ഹരതി എടുക്കുന്നു, ഭഗവാൻ മോഷ്ടിക്കുന്നു.
എപ്രകാരം വെണ്ണയ്ക്ക് വെള്ള നിറം, അത് വളരെ നിർമ്മലവുമാണ്. കൃഷ്ണൻ നമ്മുടെ ഹൃദയത്തിൽ കയറിയാൽ വെണ്ണ മാതിരി നമ്മുടെ ഹൃദയം നിർമ്മലമാകും. നമ്മുടെ ഹൃദയം എന്നാൽ വെണ്ണയുടെ കുടം മാതിരി നമ്മുടെ ഹൃദയം കഠിനമാണ്, കൃഷ്ണൻ കയറിയില്ല എങ്കിൽ. അപ്പൊ കൃഷ്ണൻ ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ കയറിയില്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയം കഠിനമാണ്. എന്നാൽ ഏതൊരു വ്യക്തിയുടെ ഹൃദയത്തിൽ കൃഷ്ണൻ കയറിക്കഴിഞ്ഞാൽ വെണ്ണ മാതിരി അത് വളരെ സോഫ്റ്റുമായിരിക്കും, നിർമ്മലമായിരിക്കും. അപ്പൊ കാഠിന്യം വേണോ, സോഫ്റ്റ് ആണോ, നിർമ്മലമാണോ വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഓരോ വ്യക്തിയും ശ്രീമദ് ഭാഗവത പാരായണവും ഭാഗവതവും പഠിക്കണം എന്ന് പറയുന്നത്. അതും ഗുരുപരമ്പരയിൽ കൂടി വന്നിട്ടുള്ള ആചാര്യന്മാരുടെ ശിക്ഷണത്തിൽ കൂടി വരുന്ന ആൾക്കാരിൽ നിന്ന്. അപ്പം ഒരാൾ മോഷ്ടിക്കുന്നു നമ്മുടെ ആയുസ്സിനെ. അപ്പോൾ ഓരോ രാത്രിയും പകലും കടന്നു പോകുമ്പോൾ ഒരാൾ മോഷ്ടിക്കുന്നു നമ്മുടെ ആയുസ്സിനെ. ഉദ്യൻ അസതം ചയന്നസൗ, സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കും. ഇപ്രകാരം നമ്മുടെ ജീവിതം ഒരു നാൾ അസ്തമിക്കും. എപ്രകാരം സൂര്യൻ ഉദിക്കുന്നുവോ, എപ്രകാരം അസ്തമിക്കുന്നുവോ, അപ്രകാരം ഒരു നാൾ നമ്മുടെ ജീവിതവും അസ്തമിക്കും. അപ്പോൾ ഓരോ സൂര്യോദയവും അസ്തമനത്തിലും നമ്മളുടെ ആയുസ്സിന്റെ ദൈർഘ്യങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുവാണെന്ന് നാം എല്ലാവരും മറന്നു പോകുന്നു. എന്നാൽ ഭാഗവതത്തിൽ കൂടി നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നു. ദശനഹീന, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അംഗം ഗളിതം തുരിതം മുണ്ടം എന്ന് വെച്ചാൽ ജോയിന്റുകളെല്ലാം, മസിൽസ് ജോയിന്റിൽ നിന്ന് വേർപെടുന്നു, വളരെയധികം ജോയിന്റുകൾ വേദനിക്കുന്നു. പിന്നെയോ തുലിതം മുണ്ടം, എൻ്റെ മാതിരി കഷണ്ടിയാകുന്നു, മുടി പോകുന്നു. ഓക്കെ. എന്നിട്ട് നമ്മുടെ ആൾക്കാര് അല്ലെങ്കിൽ മുടി വെളുത്താൽ തച്ചിനിരുന്ന് കറപ്പിക്കും, കഷണ്ടി പോയാൽ വിഗ് എടുത്ത് വെക്കും. എന്നിട്ടോ ദശനഹീര ജാലഹി തുണ്ടം, പൊഴിയുന്ന മുടിയെ. എന്നിട്ട് 32 പല്ലിൽ നിന്ന് ഏതാണ്ട് ഒരു 12-13 പല്ലിലൊക്കെ എത്തുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്വർണ്ണ പല്ലുകളൊക്കെ വിൽക്കും. ഇനിയും വൃത്തോ യാതി ഗൃഹത്വാദണ്ഡം, ആ ഒരു ഏജിലോട്ടൊക്കെ എത്തുമ്പോൾ നമുക്ക് 3 കാലിലാണ് നമ്മൾ സഞ്ചരിക്കുന്ന. ഒരു വടിയുടെ ആവശ്യം വരുന്നു നമുക്ക്. തഥപി മുഞ്ചതി ആശാപിണ്ഡം, ആഗ്രഹത്തിന് അവസാനം ഇല്ല, ആഗ്രഹം വന്നുകൊണ്ടേയിരിക്കും. ഇതാണ് ഏറ്റവും വലിയ തമാശ. ഒരാഗ്രഹത്തിനും ഒരവസാനവുമില്ല. ഈ അവസ്ഥയിലാണെങ്കിൽ തന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നിവിടെ. അതായത് ശങ്കരാചാര്യരുടെ ഒരു ശ്ലോകമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഉത്തമ ശ്ലോക വാർത്തയ, കൃഷ്ണനെ പറ്റി പറയുന്ന വ്യക്തി ശ്രേഷ്ഠമാണ്. അപ്പൊ കൃഷ്ണനെ പറ്റി കൂടുതലും പറയുന്നത് ശ്രീമദ് ഭാഗവതത്തിലാണ്. അപ്പൊ ശ്രീമദ് ഭാഗവതം പറയുന്ന വ്യക്തി ശ്രേഷ്ഠനാണ്, ആ ശ്രീമദ് ഭാഗവതം കേൾക്കുന്ന വ്യക്തിയും ശ്രേഷ്ഠനാണ്. അപ്പൊ അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തെ 1-ാമത്തെ സ്കന്ധവും 2-ാമത്തെ സ്കന്ധത്തെയും പാദകമലത്തിനോട്, ഭഗവാന്റെ പാദകമലത്തിനോട് ഉപമിച്ചിരിക്കുന്നു. എന്നാൽ രാമാനുജാര്യർ പറയുന്നുണ്ട് ഭക്തനും അഭക്തനും എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഭക്തനെ പൂച്ചക്കുട്ടി എപ്രകാരം തള്ളപ്പൂച്ച
പൂച്ചക്കുട്ടിയെ എപ്രകാരം കഴുത്തിന് പിടിച്ചു കൊണ്ടുപോകുന്നു. പക്ഷെ നമുക്ക് തോന്നുമ്പോൾ പൂച്ച ഞാന്ന് കിടക്കുന്നു. പക്ഷേ ആ പൂച്ചക്കുട്ടിയെ പിടിച്ചേക്കുന്നത് അതിൻ്റെ അമ്മയായത് കാരണം അത് ആനന്ദത്തിൽ ഇങ്ങനെ പോകുന്നു. എന്നാൽ സോറി, അതേ പൂച്ചയുടെ അടുക്കൽ ഒരു എലിയെ കിട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? ഇതാണ് അഭക്തന്റെ അവസ്ഥ. ഒരു തട്ട് തട്ടും, ഒരു കടി കടിക്കും, ഒന്ന് കുടയും, ഒരു ഏറെറിയും, വീണ്ടും അടുത്ത് ചെന്ന് ഒരു കൈ കൊണ്ട് ഒരു അടി അടിക്കും, ഒരു തട്ട് വീണ്ടും തട്ടും, വീണ്ടും ഒരു കടി കൊടുക്കും, കടിച്ച് വീണ്ടും കുടയും. അപ്പൊ ഇതാണ് ഭക്തനും അഭക്തനും തമ്മിലുള്ള തിരിച്ചറിയുന്നത്. കാരണം ഭക്തനെ എപ്രകാരം തള്ളപ്പൂച്ച കൊച്ചുപൂച്ചയെ കുട്ടിപ്പൂച്ചയെ ആ കഴുത്തിന് കടിച്ചുകൊണ്ട് പോകുമ്പോൾ അത് എത്രമാത്രം സേഫ്റ്റി ആയിട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം ആനന്ദിക്കുന്നു, അപ്രകാരമാണ് ഭഗവാന്റെ കരയത്തിൽ ഭഗവാന്റെ പാദകമലത്തിൽ ശരണം പ്രാപിച്ച വ്യക്തിയെ ഭഗവാൻ അപ്രകാരമാണ് കൊണ്ടുപോകുന്നത്. ഇനിയും ഭഗവാനിൽ ശരണം പ്രാപിക്കാതെയും ഭഗവാന്റെ കാര്യം കേൾക്കാതെയും ഭാഗവതം പഠിക്കാതെയും വ്യക്തിയെ എപ്രകാരം പൂച്ചയുടെ മുമ്പിൽ എലിയെ കിട്ടുമ്പോൾ അതെങ്ങനെയാണ് എലിയുടെ അടുക്ക് പെരുമാറുന്നതെന്ന് അപ്രകാരമായിരിക്കും ഈ യമദൂതൻ ആ ഭൗതികവാദികളുടെ ഭൗതികവാദികളോട് പെരുമാറുന്നത് എന്ന് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രാമായണത്തിൽ നമ്മൾ കണ്ടത് ആ കുംഭകർണന്റെ കാര്യം നമ്മൾ കണ്ടു. അപ്പോ ഇവിടെ നിദ്ര സമ്പ്രദായത്തിലോട്ട് എത്തുന്നു. അതായത് ഏതൊരു വ്യക്തി ഭാഗവത പാരായണത്തിലും ഭാഗവത കഥാശ്രവണത്തിലും ആ വ്യക്തി ഉറങ്ങുകയാണെങ്കിൽ ആ വ്യക്തിയുടെ സമ്പ്രദായമാണ് നിദ്രാ സമ്പ്രദായം. അപ്പൊ ആ നിദ്രാ സമ്പ്രദായത്തിൽ നിദ്രാദേവിയുടെ കൂടെ ആയിരിക്കും എന്നത് ഓർത്തിരിക്കണം. ഭക്തി ശാസ്ത്ര നമ്മളെ പഠിപ്പിക്കുന്നു ശ്രീകൃഷ്ണനുമായി എങ്ങനെ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എങ്ങനെ ശ്രീകൃഷ്ണനുമായിട്ട് ഒരു വ്യക്തി കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റും? ഇവിടെ ഭക്തിശാസ്ത്രയുടെ രാജാവാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതം 1ഉം 2ഉം അധ്യായം ശരിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒന്നാമത്തെ ഖണ്ഡത്തില് ആ വ്യക്തി ശരിക്കും ശ്രീമദ് ഭാഗവതം പഠിക്കാൻ വളരെ എളുപ്പമായിട്ട് അത് ഉപകാരം ചെയ്യും. വളരെ 1ഉം 2ഉം കാണ്ഡം വളരെ വളരെ ശ്രേഷ്ഠമാണ്. ആയതിനാൽ നാം ഓരോരുത്തരും ശ്രീമദ് ഭാഗവതം വളരെ ശ്രദ്ധയോടെ വേണം വായിക്കാനും കേൾക്കുവാനും ഒക്കെ. ഇവിടെ ഭക്തിശാസ്ത്രിയുടെ രാജാവാണ് ശ്രീമദ് ഭാഗവതം. അപ്പോ പറയുന്നുണ്ട്, ദേവി സുരേശ്വരി ഭാഗവത ഗംഗ എന്ന് വെച്ചാൽ ഗംഗാദേവി ത്രിഭുവന താരിണി തരള തരംഗെ റെസ്റ്റ് ഇല്ലാതെ 3 ലോകത്തെയും ശുദ്ധമാക്കുന്നു. ശങ്കരമൗലി വിഹാരണി വിമല പരിശുദ്ധ ഹൃദയവതി ഗംഗ ശിവന്റെ തലയിൽ നിന്ന് ശക്തി കുറച്ച് ഭൂമിയിലേക്ക് വരുന്നു. മമമതി ആസ്താം തപ തവ കമലെ, ഞാൻ യാചിക്കുന്നു എന്റെ ഹൃദയത്തെ ആകർഷിക്കൂ. പരമദിവ്യോത്തമ പുരുഷൻ ഗംഗ യമുനയായി വരുന്നു. ഇനിയും എപ്പോ ഭഗവാൻ ശബ്ദമായിട്ട് വരുന്നു അഥവാ ശബ്ദ ബ്രഹ്മമായിട്ട് വരുന്നു, അതാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഹരിനാമത്തെ ശബ്ദ ബ്രഹ്മം എന്ന് വിളിക്കപ്പെടുന്നു.
അതായത് കലികാല നാമരൂപേണ കൃഷ്ണ അവതാരം എന്ന് പറയുന്നു. കലികാലത്തിൽ നാമരൂപത്തിലാണ് കൃഷ്ണൻ അവതരിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. പരമദിവ്യോത്തമ പുരുഷൻ അപ്പോ മമ മതി ആസ്താം തവ തവ കമല്, ഞാൻ യാചിക്കുന്നു എൻ്റെ ഹൃദയത്തെ ആകർഷിക്കൂ. പരമദിവ്യോത്തമ പുരുഷൻ ഗംഗ യമുനയായി വരുന്നു. ശബ്ദമായി വരുന്നത് ഹരിനാമം. ശിലയായി വരുന്നത് ഗോവർദ്ധൻ. ഗിരിരാജ് ഹരേ രൂപം ഗർഗസംഹിതയിൽ പറയുന്നുണ്ട്. യേശ ഗോവർദ്ധനോ സാക്ഷാൽ കൃഷ്ണ യവന സംശയ സ്കന്ദപുരാണം പറയുന്നുണ്ട്. ശൈലോസ്മി ഭാഗവതം പറയുന്നുണ്ട്. പ്രഭു കഹേ ഏയി ശില കൃഷ്ണേര കലേവർ ചൈതന്യ ചരിതാമൃതം പറയുന്നു. കല്ലായി വരുന്നു ഭൗതിക ലോകത്തെ ഗിരിരാജ്. അപ്പൊ ഈ ഭൗതിക ലോകത്ത് ഗിരിരാജ് കല്ലായി വരുന്നു. ഭൗതിക ലോകത്ത് ഭഗവാൻ സ്വയം യമുന ഗംഗയായി വരുന്നു. ഭൗതിക ലോകത്ത് ഭഗവാൻ ഗോവർദ്ധനായി വരുന്നു, ഗിരിരാജായി വരുന്നു. അപ്പൊ അത് ഭഗവാനും ഗോവർദ്ധനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് നമുക്ക് കാട്ടിത്തരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ലീലകൾ കൂടുതലും ഗോവർദ്ധനത്തിന് താഴ്വരയിലാണ് നടന്നുകൊണ്ടിരുന്നത് കൃഷ്ണന്റെ. ഇനി ഭൗതിക ലോകത്ത് മനുഷ്യനായി കൃഷ്ണൻ വരുന്നു. ആരാണ്? ഗുരുതത്വ. അപ്പോൾ മനുഷ്യനായിട്ട് ഭൗതിക ലോകത്ത് വരുന്നതാണ് ഗുരുതത്വ, ഗുരു. ഭൗതിക ലോകത്ത് ബുക്കായി കൃഷ്ണൻ വരുന്നതാണ് ഭാഗവതം. കൃഷ്ണൻ ദേവനായി വരുന്നതാണ് വാമനദേവൻ. കൃഷ്ണൻ മത്സ്യമായി വരുന്നതാണ് മത്സ്യാവതാരം. അപ്പോ ഇങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഓരോന്നായിട്ട് വന്നു. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ നാം ഓരോരുത്തർക്കും അതിൻ്റെ ഗുണം ആസ്വദിക്കുവാനും അത് കിട്ടാനും വേണ്ടി. കൃഷ്ണ സ്വതാമേ ഉപഗതേ ധർമ്മജ്ഞാനാദി വിപീസഹ കലോ നഷ്ട തൃശാമേ ഏത പുരാണോർക്ക ധൂനോ ദിതഹ. കൃഷ്ണൻ സ്വധാമത്തിൽ പോയപ്പോൾ വേദി ഗ്രന്ഥങ്ങൾ കൂടെ പോയി. അതായത് യജമാനൻ പോകുമ്പോൾ യജമാനന്റെ സർവന്റും യജമാനന്റെ കൂടെ പോകും. അപ്പൊ കൃഷ്ണൻ സ്വധാമത്തിൽ പോയപ്പോൾ അദ്ദേഹം വേദി ഗ്രന്ഥങ്ങളും കൂടെ പോയി. കാരണം രാജാവ് പോകുന്നിടത്ത് സേവകർ കൂടി പോകും. അപ്പോളോ പോയി കഴിഞ്ഞപ്പോൾ ഈ ഭൗതിക ലോകം അന്ധകാരത്തിലായി കലി കയറി. ടെസ്റ്റ് 1 തൊട്ട് 5 വരെ ഈ അധ്യായത്തില് സുഖദേവഗോസ്വാമി ഹാപ്പിയാണ്. സൂതഗോസ്വാമി ഹാപ്പിയാണ്. ബ്രാഹ്മണൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു, ഉത്തരം കൊടുക്കുന്നു. സൂതഗോസ്വാമിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ഭാഗവത്തിൽ പലതവണ നമുക്ക് കാണാൻ സാധിക്കും. സൂതഗോസ്വാമി ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നത് ഭാഗവതത്തിൽ പലതവണ കാണാൻ സാധിക്കും. ഇനി ടെസ്റ്റ് 2, 3 ആത്മീയ ഗുരുവിന് പ്രണാമം കൊടുക്കുന്നു. ഇവിടെ സുഖദേവ ഗോസ്വാമി ആത്മീയ ഗുരുവ് സുഖദേവ ഗോസ്വാമി പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു സമയം സൂതഗോസ്വാമി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ സുഖദേവ ഗോസ്വാമി ആത്മീയ ഗുരുവാണ്. സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജിന് ഭാഗവതം പറഞ്ഞു കൊടുത്ത സമയത്ത് ആ സൂതഗോസ്വാമി അവിടെ സന്നിഹിതനായിരുന്നു. ഇനി ടെസ്റ്റ് 4 പറയുന്നുണ്ട്, 4 പറയുന്നുണ്ട്.
നാരായണ നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോജേ മുദീരയെ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോക ഭക്തിർ ഭക്തി നസ്തുകി. അപ്പൊ ഇത് സൂതഗോസ്വാമി കാണിക്കുന്നു പുരാണം എങ്ങനെ ചാന്റ് ചെയ്യണമെന്ന്. ഇവിടെ ഭൗതികതയെ കീഴടക്കാനുള്ള ഭാഗവത പാരായണത്തിന് മുമ്പ് ഒരാൾ നാരായണനെ, അപ്പൊ ഏതൊരു വ്യക്തി ഭാഗവത പാരായണത്തിന് മുമ്പ്, ഭാഗവത എന്താന്ന് വെച്ചാൽ ഭൗതികതയെ കീഴടക്കുന്ന ഒരു മഹത് ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം. കാരണം ആ ഭാഗവതത്തിൽ മാധുര്യം ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതികതയുള്ള വസ്തുക്കളോടുള്ള മധുരം നഷ്ടമാകും. അതാണ് ഭാഗവതത്തിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള ഭാഗവതം, ആ കീഴടക്കാനുള്ള ഭാഗവത പാരായണത്തിന് മുമ്പ് ഒരാൾ നാരായണനെ സ്തുതിക്കണം, നരനാരായണ ഋഷിയെയും സ്തുതിക്കണം, വിദ്യാദേവിയായ സരസ്വതി മാതയെ സ്തുതിക്കണം, ഭാഗവത രചയിതാവായ വ്യാസദേവനെ സ്തുതിക്കണം. കാരണം ഇത് പ്രമാണം കൊടുക്കണം. അതെങ്കിൽ പ്രണാമം ഇവർക്കെല്ലാം കൊടുത്തിരിക്കണം. നമ്മൾ ദണ്ഡവത്ത മനസ്സാലും തതോജയ മുദീരയെ, നമ്മൾ നമ്മുടെ ഭൗതികതയെ കീഴടക്കുന്നു. ഭൗതിക ഇച്ഛയെ നമ്മൾ കീഴടക്കുന്നു. ജനനവും മൃത്യുവിനെയും കീഴടക്കുന്നു. ഭൗതിക ക്ലേശങ്ങളെ ജയിക്കുന്നു. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ജനന മരണ ശൃംഖലയെ നമ്മൾ കീഴടക്കുന്നു. ഭൗതിക ഇച്ഛകളിൽ നമ്മൾക്ക് വിരക്തി ഉണ്ടാകുന്നു. മൃത്യുവിനെ വരെ കീഴടക്കുന്നു. ഭൗതിക ക്ലേശങ്ങളെ ആധ്യാത്മിക, ആദിഭൗതിക, ആദിദേവിക എന്ന് പറയുന്ന 3 ക്ലേശങ്ങളിൽ നമ്മൾ വിജയം വരിക്കുന്നു, ജയിക്കുന്നു. ഇവിടെ 4 പേരെ എടുത്ത് പറയുന്നു. 1 നാരായണനെ, 2 നരനാരായണ ഋഷിയെ, ഒരു മനുഷ്യനാണ് ഋഷിയെ, സരസ്വതി, ശ്രീല വ്യാസദേവൻ, പിന്നെ 5-ാമത്തെ ചോദ്യം ചോദിക്കുന്ന ശ്രേഷ്ഠ ഭക്തരെ സ്തുതിക്കുന്നു. അപ്പൊ ഇങ്ങനെ ഇവിടെ നമ്മൾ ഭാഗവതം പഠിക്കുന്നതിന് മുമ്പായിട്ട് ഇവരുടെ എല്ലാം അനുഗ്രഹ ആശിസിന് വേണ്ടി നമ്മൾ ഇവരെയെല്ലാം സ്തുതിച്ചിട്ട് വേണം ഭാഗവത പ്രഭാഷണം തുടങ്ങാൻ എന്ന് ഭാഗവതത്തിൽ കൂടി നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. അപ്പൊ ചോദ്യങ്ങള് സ്തുതിക്കുന്നു. കാരണം ലോകമംഗളം, ആൾക്കാരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ചോദ്യങ്ങൾ. യത്കൃത കൃഷ്ണ സംപ്രശ്നോ, കൃഷ്ണനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പൊ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും അതും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പൊ കൃഷ്ണനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. പിന്നെ 3-ാമത്തെ പറയുന്നത് കൃഷ്ണൻ എന്തുകൊണ്ട് വന്നു ഈ ഭൗതിക ലോകത്തെന്ന്. 4 കൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ. അവസാനത്തെ ചോദ്യങ്ങൾ കൃഷ്ണൻ പോയാൽ റിലീജിയൻസ് പ്രിൻസിപ്പിൾ എവിടെ ആശ്രയം തേടും. അപ്പൊ കൃഷ്ണൻ തന്റെ സ്വധാമത്തിൽ പോയാൽ റിലീജിയൻസ് പ്രിൻസിപ്പിള് എവിടെ ആശ്രയം തേടും എന്നൊരു ക്വസ്റ്റ്യൻ പറയുന്നു. യേന ആത്മാ സുപ്രസീദതി, ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ്. ലോകമംഗളവും ആത്മതൃപ്തിയും സ്വയം ഉണ്ടാകുന്നു. യേന ആത്മാ സുപ്രസീദതി, ലോകമംഗളങ്ങളും ആത്മസാക്ഷാത്കാരവും അല്ലെങ്കിൽ ആത്മതൃപ്തിയും സ്വയം ഉണ്ടാകുന്നു. 2-ാമത്തെ ചോദ്യം എങ്ങനെ ആത്മസാക്ഷാത്കാരം നേടും? സ്വാഭാവികമായിട്ട് ചോദിക്കുന്നതാണ്.
സ്തുതിക്കുന്ന വ്യക്തിക്ക് പരിശുദ്ധി വേണം, എബിലിറ്റി വേണം, സമൂഹത്തിൽ മാന്യതയും വേണം. ഇവിടെ സൂത ഗോസ്വാമി സുഖദേവ ഗോസ്വാമിയെ സ്തുതിക്കുന്നു. സൂത ഗോസ്വാമി സുഖദേവ ഗോസ്വാമിയുടെ പ്യൂരിറ്റിയെ സ്തുതിക്കുന്നു. ഇവിടെയാണ് സംസ്കാരത്തെ നോക്കാതെ, അപ്പൊ അദ്ദേഹത്തിന്റെ സംസ്കാരം സുഖദേവ ഗോസ്വാമിയുടെ സംസ്കാരമൊന്നും നോക്കാതെ സൂത ഗോസ്വാമി സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. സുഖദേവ സ്വാമി എല്ലാവരുടെയും ഹൃദയത്തിൽ കയറി ടെസ്റ്റ് 2 വീണ്ടും പറയുന്നു, ഹരേ കൃഷ്ണ. സുഖദേവ ഗോസ്വാമിയുടെ സെപ്പറേഷനിൽ മരങ്ങൾ വരെ കരയുന്നു. അതായത് സുഖദേവ ഗോസ്വാമി ശരിക്കും ഒരു മായാവാദ തത്വശാസ്ത്രക്കാരനായിരുന്നു, നിരാകാരത്തിന്റെ. അപ്പോൾ അദ്ദേഹം ജനിച്ച മാത്രയിൽ ദിഗംബരനായിട്ട് അദ്ദേഹം കാട്ടിലോട്ട് പോകുന്നു. ഭഗവാൻ വാക്ക് കൊടുത്തതാണ്, നിന്നെ ഒരിക്കലും മായ പിടിക്കില്ല, അതുകൊണ്ട് നീ വെളിയിൽ വാ. മായ പിടിക്കുമെന്ന് കൊണ്ട് വരാതിരിക്കുമായിരുന്നു. അപ്പൊ അത് പ്രകാരം അദ്ദേഹം അമ്മയുടെ വയറ്റിൽ കിടന്ന് തന്നെ എല്ലാ നോളജും ഭാഗവതത്തിന്റെ കിട്ടിയ ഒരു വ്യക്തിയാണ്. എങ്കിൽ തന്നെയും അദ്ദേഹം കാട്ടിൽ പോകുന്ന സമയത്ത് വ്യാസദേവൻ അദ്ദേഹം ഇരിക്കുന്നിടത്ത് നിന്ന് ശിഷ്യന്മാരെ പറഞ്ഞു വിടുകയും അവിടെ വെച്ച് ഭാഗവതത്തില് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ ഇത് ചോദിക്കുന്നു, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഇത്ര മാധുര്യമേറിയ സാധനം? അപ്പോഴാ പറഞ്ഞ്, ഞങ്ങളുടെ കൂടെ വന്നാൽ കാണിച്ചു തരാം. അപ്പോഴാ മനസ്സിലാകുന്ന അച്ഛനെ. അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ച് പിന്നീടാണ് അദ്ദേഹം ഈ നൈമിഷരണ്യയില് പരീക്ഷിത് മഹാരാജിന് പറഞ്ഞു കൊടുക്കാനായിട്ട് വരുന്നതും. അദ്ദേഹം വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി 3 ലോകത്തിലുള്ള ശ്രേഷ്ഠ ഋഷിവര്യന്മാരും എല്ലാവരും അദ്ദേഹത്തിന്റെ മുഖാരബന്ധത്തിൽ നിന്ന് ഭാഗവതം കേൾക്കുവാനായിട്ട് വന്നു. പക്ഷെ അവർ പല കാരണങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഭാഗവതം പറഞ്ഞു കൊടുത്തത് എല്ലാവരുടെയും നടുവില്. അപ്പൊ എല്ലാ ഋഷികളുടെയും ആത്മീയ ഗുരു അവിടെ സന്നിഹിതരായ ഋഷികളുടെ. പിന്നെയോ സമൂഹത്തിലെ പെരുമ വ്യാസദേവന്റെ മകൻ എന്നാണ്. അപ്പൊ നമ്മള് ഒരു ചെറുപ്പത്തിലൊക്കെയാണ് നമ്മളെ അറിയപ്പെടുന്നത് ഇന്നടുത്ത് ഇന്നാരുടെ മകൻ എന്ന്. കുറച്ചും കൂടെ വലുതായി നമ്മൾ നല്ലൊരു സ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ അറിയും ഇന്നാരുടെ മകനാണ്, അല്ലെങ്കിൽ ഇന്നാരുടെ അച്ഛനാണ് എന്ന് മനസ്സിലാകാൻ സാധിക്കും. അപ്പൊ നമ്മൾ അങ്ങനെയാണ് നമ്മളെ അറിയപ്പെടുന്നത്. അപ്പോ സുഖദേവ ഗോസ്വാമി എന്ന് പറയുന്നത് വ്യാസദേവന്റെ മകനാണെങ്കിൽ തന്നെയും വ്യാസദേവന് സുഖദേവ ഗോസ്വാമിയുടെ അച്ഛനാണെന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. കാരണം ആ പവിത്രതയും ആ അഗാധ പാണ്ഡിത്യത്തിലും. അപ്പൊ പിന്നെയോ സമൂഹത്തിലെ പെരുമ വ്യാസദേവന്റെ മകൻ എന്നത് ടെസ്റ്റ് 3 പറയുന്നു, ഇത് അതിശ്രേഷ്ഠവും രഹസ്യവുമായ വേദത്തിന്റെ എല്ലാ ക്രീം എസൻസ് ആണ്. ആ സാരമാണ് ശ്രീമദ് ഭാഗവതം. നമ്മൾ കണ്ടു, മരങ്ങളുടെ തണ്ടോ കായോ പൂവോ ഇലയോ എന്ന് കഴിച്ചാൽ രുചിക്കുന്നില്ല. നല്ല പാകമായ പഴം പഴുത്തത് കഴിക്കുമ്പോൾ ആ വൃക്ഷത്തിന്റെ അതാണ് രുചി എന്ന് പറയുന്നത്. അപ്പം ആര് തരുന്നു? സൂത ഗോസ്വാമി പറയുന്നു, സുഖദേവ ഗോസ്വാമി നമുക്ക് തരുന്നു. അങ്ങനെ സുഖദേവ ഗോസ്വാമി സ്വയം
അനുഭവിച്ച് ആസ്വദിച്ച് മനസ്സിലാക്കി എന്നിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ ശ്രോതാവ് ചെയ്യേണ്ടത്, അതുപോലെ പ്രഭാഷകന് ചെയ്യേണ്ടത്, ഭഗവാൻ ശ്രീമദ് ഭാഗവതം പഠിച്ച് അത് സ്വയം മനസ്സിലാക്കി ആസ്വദിച്ചതിന് ശേഷം വേണം മറ്റുള്ളവർക്ക് കൂടി കൊടുക്കുവാൻ എന്നുകൂടി ഒരു ധ്വനി അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഇവിടെ നമുക്ക് തരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ സുഖദേവ ഗോസ്വാമി ഭാഗവതം മൊത്തം റിയലൈസ് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കുന്നതാണ് ദയ, മറ്റുള്ളവരോടുള്ള ദയ അഥവാ ജീവദയ. ഇതാ മുക്താത്മാക്കളുടെ സ്വഭാവം. അപ്പൊ ആ മുക്താത്മാക്കളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബദ്ധനസ്ഥനായ ജീവാത്മാവിനെ മുക്താവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് അവരെ ഒരു ഉന്നത ശ്രേണിയിലെ ഭക്തനാക്കി മാറ്റി ഭഗവാന്റെ ഗുരുവിന്റെ പാദകമലത്തിൽ സമർപ്പിതമാക്കുക എന്നുള്ളതാണ് അവരുടെ ജോലി, ധർമ്മം. കാരണം അതിമധുരമാണ് ശ്രോതാക്കൾക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഭക്തരുടെ വായിൽ നിന്ന് ഭാഗവത കഥ കേട്ട് കഴിഞ്ഞാൽ അതിമധുരമാണ് ശ്രോതാക്കൾക്ക് കിട്ടുന്നത്. സുഖദേവ ഗോസ്വാമി സ്വയം അനുഭവിച്ച് ആസ്വദിച്ചതാണെന്ന് നമുക്ക് കണ്ടു. അങ്ങനെ സുഖദേവ ഗോസ്വാമി ഭാഗവതം മൊത്തം റിയലൈസ് ചെയ്തതിന് ശേഷം ഇവിടെ കാണിക്കുന്നതാണ് ദയ. ഇതാ മുക്താത്മാക്കളുടെ സ്വഭാവം. ശ്രീമദ് ഭാഗവതം ഭൗതികവാദികൾക്കും ആത്മസാക്ഷാത്കാരം കിട്ടിയവർക്കും ആസ്വാദകരം ആണ്. അപ്പോൾ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഭൗതികവാദികൾക്കും ആത്മസാക്ഷാത്കാരം കിട്ടിയവർക്കും ബാധകമാണ്. ടെസ്റ്റ് അല്ലെങ്കിൽ ആസ്വാദകരമാണ്. ടെസ്റ്റ് 6 പറയുന്നു ഭാഗവതത്തിന്റെ കീയ 1 ഭക്തിയോഗ യന്ത്രം. രണ്ടാമത് ചോദിക്കുന്നു ഭഗവാൻ ആര്. 3 ശ്രീമദ് ഭാഗവതത്തിന്റെ ചരിത്രം അല്ലെങ്കിൽ ദർശനം. 4 എവിടെ നിന്ന് വ്യാസദേവന് പ്രചോദനം കിട്ടി ഭാഗവതം എഴുതാൻ. വ്യാസദേവൻ നാരദ മുനിയുടെ എല്ലാം പൂർവ്വചരിതമുണ്ട്. ഭാഗവത പ്രവാചകൻ സുഖദേവ ഗോസ്വാമിയാണ്, നമുക്ക് മനസ്സിലാക്കി. ഭാഗവത ശ്രോതാവ് പരീക്ഷിത് മഹാരാജുമായിരുന്നു. അപ്പം സൂത ഗോസ്വാമി, സുഖദേവ് ഗോസ്വാമി, പിന്നെയോ പരീക്ഷിത് മഹാരാജ്. ഭാഗവതത്തിൽ പരിചയപ്പെടുത്തുന്നു. ആരെയൊക്കെ പരിചയപ്പെടുത്തുന്നു? പാണ്ഡവരെ പരിചയപ്പെടുത്തുന്നു, കൃഷ്ണനെ പരിചയപ്പെടുത്തുന്നു, പരീക്ഷിത്തിനെ പരിചയപ്പെടുത്തുന്നു, സുഖദേവ് ഗോസ്വാമിയെ പരിചയപ്പെടുത്തുന്നു, നൈമിഷാരണ്യയിലെ ഋഷികളെ 1-ാം കാണ്ഡത്തിൽ തൊട്ട് പരിചയപ്പെടുത്തുന്നു. ഭക്തിരസയിൽ വിപ്രലംബ രസവും സംഭോഗരസയെ പറ്റി പറയുന്നു. അപ്പൊ ഇവിടെ വളരെ പ്രാധാന്യം ഭക്തിരസത്തില് 2 രസത്തെ പറ്റിയാണ് പറയുന്നത്. ഒരു രസം എന്ന് പറഞ്ഞാൽ വിപ്രലംബ രസം, അടുത്ത സംഭോഗ രസയെ പറ്റി പറയുന്നു, ഭോഗരസം. കൃഷ്ണഭക്തരെ പറ്റി അവർ കൃഷ്ണനുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം വിരഹ ദുഃഖ രസത്തെ പറ്റിയും പറയുന്നു. അപ്പോ ആ 2 രസത്തില് കൃഷ്ണഭക്തരെ പറ്റി പറയുന്നു. അവർ കൃഷ്ണനുമായി ബന്ധം സ്ഥാപിച്ചതിന് ശേഷം വിരഹ
ദുഃഖരസത്തെ പറ്റിയും പറയുന്നു. അപ്പൊ ഇവിടെ വിപ്രലംബരസവും അതാണ് വിരഹ രസം എന്ന് പറയുന്ന സംഭോഗരസത്തെ പറ്റിയും പറയുന്നു. മനുഷ്യന്റെ ശ്രേഷ്ഠമായ ബെനിഫിറ്റ് 2, എല്ലാ വേദിക ഗ്രന്ഥത്തിന്റെയും സാരം 3, ഭഗവാൻ ജനിക്കാനുണ്ടായ കാരണം 4, സൃഷ്ടിയുടെ പർപ്പസ്, സ്ഥിതിയും സംഹാരവും 5, ബ്രഹ്മാണ്ടത്തിൽ ഭഗവാന്റെ വിസ്തരണത്തിന്റെ പ്രവർത്തികൾ 6, കൃഷ്ണൻ പോയി കഴിഞ്ഞ് റിലീജിയൻസിന്റെ ആശ്രയം എവിടെ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനാണ് ആൾക്കാർ ചോദിക്കുന്നത് സൂത ഗോസ്വാമിയോട്. ഭാഗവതം കേൾക്കേണ്ടത് ഇനിയും ഗുരുമുഖത്ത് നിന്നാണ്. തത്സുണും ശ്രദ്ധയോട് കേൾക്കണം ഭാഗവതം. സുപഠൻ എഴുതുക, കൂടെ വായിക്കുക, പിന്നീട് നമ്മൾ സ്വയം പഠിക്കുക. ഇങ്ങനെയാണ് ഭാഗവതം പഠിക്കുന്നത്. ആ ഭഗവത്ഗീതയെ പറയുന്നുണ്ട് ശ്ലോകങ്ങൾ പഠിക്കുന്നത് പിരിച്ച് വായിച്ച് അർത്ഥം മനസ്സിലാക്കി വായിച്ചു കഴിഞ്ഞ് അത് നമ്മുടെ ഹൃദയത്തിൽ സ്വയവത്തമാകുമ്പോൾ, അർത്ഥം ഹൃദയത്തിൽ കയറി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരു ശുദ്ധത ഉണ്ടാകുന്നു. അവ വളരെ മെലഡിയായിട്ട് വളരെ ഈണത്തില് ശ്ലോകം വായിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ എളുപ്പമെന്ന് കയറുന്നു. അങ്ങനെ നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം ഇത്യാദി കാര്യങ്ങൾ പഠിക്കാവുന്നതാണ്. അപ്പൊ പരിപ്രശ്ന, സംശയ നിവാരണം ചെയ്യുക. എന്നിട്ടോ നമ്മൾ ഭാഗവതം പഠിക്കുമ്പോൾ അതിൽ സംശയം ഉണ്ടെങ്കിൽ നിവാരണം ചെയ്യണം, മനസ്സിൽ വെക്കരുത്. എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം? അപ്പൊ നമ്മൾ ഈ കേട്ടത്, നമ്മൾ ഭാഗവത പഠനത്തിൽ കൂടി നമ്മൾ മനസ്സിലാക്കിയത് എപ്രകാരം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് കൂടി നമ്മൾ ഒന്ന് ചിന്തിക്കണം. അപ്പൊ വിചാരണപര എന്ന് വെച്ചാൽ എൻ്റെ ജീവന ശൈലിയിൽ ചേഞ്ച് ആക്കണം. അപ്പൊ ഈ ഭാഗവതം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തിന്റെ ദിനചര്യകൾക്ക് ചേഞ്ച് ആക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ അവരുടെ തലയിലും ഈ ഭാഗവതം കയറുകയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ഭക്തി ഹൃദയത്തിൽ ഉണർന്ന് എഴുന്നേൽക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ഭക്തിദേവി കയറി ഉറങ്ങി എഴുന്നേൽക്കുന്ന മാതിരി എഴുന്നേൽക്കും. അപ്പൊ നമ്മുടെ ലൈഫ് സക്സസ് ആകും. വിമുച്ച നര, ആന്തരിക അഗ്നിയിൽ എല്ലാ പാപവും കത്തുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആന്തരികമായ അഗ്നിയിൽ നമ്മളിലുള്ള പാപങ്ങളെല്ലാം കത്തും. എന്താണ് ഫയർ? ആന്തരികം. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ശ്രവണാദി ശുദ്ധ ചിത്തെ കരോയെ ഉദയെ നിത്യസിദ്ധ കൃഷ്ണഭക്തി സാധ്യ കൗനായി. ഇവിടെ നിഷ്ഠ വരും. ഈ വഴിക്ക് പോകുമ്പോൾ നമ്മുടെ ഭക്തി മാർഗത്തില് ഭാഗവത പാരായണമൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി നമ്മളിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വാസനയൊക്കെ ഇല്ലാതാക്കി ഒരു ചേഞ്ച് വരുത്തി നമ്മൾ ഭക്തി മാർഗത്തിലോട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ ആ വ്യക്തിക്ക് അവിടെ നിഷ്ഠ വരും.
അങ്ങനെ നമ്മുടെ ആത്മീയ സ്വരൂപത്തിൽ എത്തും. അങ്ങനെ ആത്മീയ സ്വരൂപത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ജനന മരണത്തിൽ നിന്ന് ഇല്ലാതാകും. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ജനന മരണം ഇല്ലാതാകും. അപ്പൊ അപ്പൊ ഇത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മുടെ വീടിനെ എങ്ങനെ ഒരു ക്ഷേത്രമാക്കാം? 8 തരം പ്രവൃത്തികളാണ് നമ്മുടെ വീടിന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ക്ഷേത്രമാകും എന്ന് ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. 1, ഓരോ വീടുകളിലും കൃഷ്ണകഥ ഉണ്ടായിരിക്കണം. അതായത് കൃഷ്ണകഥ പരസ്പരം പറയണം, കേൾക്കണം. രണ്ടാമത്തെ കാര്യം, കൃഷ്ണ കീർത്തൻ, കൃഷ്ണനാമം എല്ലാ വീടുകളിൽ ദിവസവും ഉണ്ടാകണം. കൃഷ്ണ കീർത്തനവും കൃഷ്ണനാമവും. അപ്പൊ ഇന്നത്തെ ആൾക്കാർ കൃഷ്ണ കീർത്തനം ചെയ്യുന്നത് ചാൻഡിങ് ബോക്സ് വെച്ചുകൊണ്ടും ആ മൊബൈലിൽ കയറി പാട്ട് വെക്കുന്നു. അത് ശ്രവണം നല്ലതാണ്. പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ ശ്രവണം സ്വയം ഭഗവത് നാമം ജപിക്കുമ്പോൾ ശ്രവണവും സ്മരണത്തിൽ കൂടി നമ്മൾ ഭഗവാനെ പൂജിക്കുമ്പോൾ, അർച്ചന ചെയ്യുമ്പോഴാണ് ശരിയായ ആ ഒരു ആനന്ദത്തിലേക്ക് എത്തുന്നത്. മൂന്നാമത്തെ പറയുന്നത് കൃഷ്ണപ്രസാദം കഴിക്കണം. അപ്പോൾ ഭഗവത് ഭക്തിയിലോട്ട് മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ കാര്യമാകുന്ന കൃഷ്ണപ്രസാദം അവർ ദിവസവും കഴിക്കണം. 4 പറയുന്നത് നമ്മുടെ സമ്പത്ത് കൃഷ്ണ സേവയിൽ ചിലവഴിക്കുക. ഇത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഇവിടെയാണ് ഒരുമാതിരിപ്പെട്ടവരെല്ലാം അടിപതറുന്നത്. 5, നമ്മുടെ സമ്പത്ത് കൊണ്ട് വൈഷ്ണവരെ സേവ ചെയ്യുക. 6, നമ്മുടെ സമ്പത്ത് കൊണ്ട് പ്രസാദ വിതരണം ചെയ്യുക. 7, നമ്മുടെ സമ്പത്ത് കൊണ്ട് വ്യത്യസ്ത പ്രാണികളെ സേവ ചെയ്യുക. പശുവിനെ സേവ ചെയ്യുക, ഗോമാതാവിനെ സേവ ചെയ്യുക, പക്ഷിലതാദികൾക്ക് ഭക്ഷണം കൊടുക്കുക. ഇത് ഇന്ന് ഒരു ലേശം വറ്റ്, അല്ലെങ്കിൽ ഒരു ചോറ്, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ്, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ബാക്കി ഇതൊക്കെ കൊണ്ട് കച്ചനെ കളയുന്നതിനേക്കാളും ആ കിളികൾക്ക്, കാക്കകൾക്ക് വീടിൻ്റെ പുറകുവശത്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതുങ്ങൾ തിന്നും. അവർക്ക് പ്രത്യേകിച്ച് ഇപ്പം മഴയാകുമ്പോൾ വളരെ സങ്കടമാണ് അവരുടെ കാര്യം. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളുടെ ശരീരം വെടിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മക്കളോ വേണ്ടപ്പെട്ടവരോ ബലിതർപ്പണങ്ങളൊക്കെ ചെയ്തിട്ട് കാക്കയ്ക്ക് കൈ കൊട്ടുന്നു, വായോ വന്ന് കഴിക്കൂ എന്ന്. ജീവനോടിരിക്കുമ്പം കാക്ക ഭക്ഷണം കഴിക്കാൻ വന്നാൽ അതിനെ ആട്ടിപ്പായിക്കുന്ന വ്യക്തി മരിച്ചു കഴിയുമ്പോൾ മക്കളോ ബന്ധുക്കാരോ കൈകൊട്ടി വിളിക്കുന്നു. എന്തൊരു വിരോധാഭാസം! അപ്പോൾ നമ്മൾ ജീവിതത്തിൽ നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മറ്റ് ജീവജാലങ്ങൾക്കും അന്നം കൊടുക്കണം. അത് കൃഷ്ണപ്രസാദം കൊടുക്കുമ്പോൾ അത് വളരെ അവരുടെ ജീവിതവും ധന്യമാകും. അതിൻ്റെ കൃപയെ നമുക്ക് കിട്ടും. ഇനി 8 പറയുന്നത്, ബാക്കിയുള്ള ഇത്രയും സേവ ചെയ്തിട്ട് ബാക്കിയുള്ള സമ്പത്ത് നമ്മുടെ ജീവൻ പരിപാലനം ചെയ്യാനായിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഇതിൻ്റെ അർത്ഥം നമ്മളിൽ വരുന്ന വരുമാനത്തെ നമ്മൾ 8 ഭാഗിച്ചിട്ട് അവരവരുടെ മനസ്സിൻ്റെ, അവരവരുടെ ശരണാഗതിയുടെയും അവരവരുടെ ഇഷ്ടപ്രകാരം ഇത് നമ്മൾ ഭൗതിക ലോകത്ത് ചിലവാക്കണം എന്ന് പറയുന്ന ഭഗവത് സേവയിലേക്ക്. പക്ഷേ ഇതിനോട് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കാർക്കും താല്പര്യമുണ്ടാകില്ല. കാരണം പൈസ കയ്യിൽ നിന്ന് പോകുന്ന പരിപാടി ആയതുകൊണ്ട്. ഇപ്രകാരം നമ്മൾ നമ്മുടെ വീടിനെ ക്ഷേത്രമാക്കാൻ സാധിക്കും. നിരയോയസ്ത്വയാ ബീന
അങ്ങില്ലാതെ എല്ലാം നരകമായി. ആ നരകം ആയതിനാൽ ഞാൻ അങ്ങയുടെ കൂടെ വരുന്നു എന്ന് സീതാമാത പറയുന്നു രാമായണത്തില്. കാരണം ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയുന്നു, ഗോവിന്ദ വിരഹേനമേ യദി ത്വാം പ്രസീദതോ ദുർഗം വനം അജൈവ രാഘവം അഗ്രസ്ത്യ ഏക ഈശാമി. അപ്പം സീതാമാത ശ്രീരാമചന്ദ്രന്റെ കൂടെ കാട്ടിലേക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് ശ്രീരാമചന്ദ്രൻ വിളക്കുന്നു. അപ്പൊ സീതാമാത പറയുന്നു, അങ്ങയുടെ മിഷ്യന് ഒരു ദോഷം വരുത്താനല്ല, അതിന് കൂട്ടുനിൽക്കുവാനോ അതിനെ ഹെൽപ്പ് ചെയ്യാനുമാണ് ഞാൻ വരുന്നത്. തന്നെയില്ല, അങ്ങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ കാലിൽ മുള്ളുകൊള്ളും, കല്ലുകൾ കൊള്ളും, ചോര വരും. ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങയുടെ മുന്നിൽ നടക്കും. അപ്പോൾ അവിടെയുള്ള കല്ലും മുള്ളിനെ എല്ലാം ഞാൻ നടന്ന് സോഫ്റ്റ് ആക്കി മാറ്റും. അപ്പോൾ അങ്ങയുടെ പാദകമലത്തിന് പ്രശ്നം വരുന്നില്ല. എന്നാൽ ഒരിക്കൽ ലക്ഷ്മണൻ ശ്രീരാമചന്ദ്രന്റെ കാലിൽ നിന്ന് ചോര ഒഴുകുന്ന കണ്ട് ലക്ഷ്മണന് വളരെ സങ്കടം വന്നപ്പോൾ ലക്ഷ്മണൻ പലതവണ അത് മുള്ള് കല്ലുകള് എടുക്കാനായിട്ട് നോക്കിയപ്പോൾ ശ്രീരാമചന്ദ്രൻ സമ്മതിക്കുന്നില്ല. അപ്പൊ സീതാമാതയോട് ലക്ഷ്മണൻ ചെന്ന് പരിഭവം പറയുന്നു, എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്, അത് ചേട്ടത്തി തന്നെ അന്ന് എടുത്തു കളയൂ, സഹിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പൊ സീതാമാത ശ്രീരാമചന്ദ്രന്റെ പാദത്തില് കുടുങ്ങിയിരിക്കുന്ന കല്ലുകളെയും മുള്ളുകളെയും എടുക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ദേവി അതെടുക്കണ്ട, അത് അവിടെ ഇരുന്നോട്ട്. ഏതൊരു വ്യക്തി എൻ്റെ പാദകമലത്തിൽ ശരണം പ്രാപിച്ചാൽ ഞാൻ അവരെ മാറ്റില്ല, അവർക്ക് അഭയം കൊടുക്കും. അപ്പൊ ഈ കല്ലും മുള്ളുമൊക്കെ എൻ്റെ പാദത്തിൽ ശരണം പ്രാപിച്ചതാ, അത് അവിടെ ഇരുന്നോട്ട് എന്ന്. നോക്കൂ, ഇതാണ് ശ്രീരാമചന്ദ്രൻ, മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ ഭാവം. വിഭീഷണന്റെ കഥ നമുക്കറിയാം. അങ്ങനെ ഒരുപാട് രാമായണത്തില് ഇത്തിരി വളരെ രസകരമായ സംഭവങ്ങൾ പറയപ്പെടുന്നു. അപ്പൊ അത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് നിർത്താം, സമയമായി. എന്തെന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ്, ഇതി ഗോപ്യ പ്രകായന്ത പ്രളംബൻ ചിത്രത റുറുദു സ്വരം രാജൻ കൃഷ്ണ ദർശന ലാലസ. എനിക്ക് കൃഷ്ണ ദർശനം എപ്പോ കിട്ടും? അതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കണം, ഏത് ശാസ്ത്രം പഠിക്കണം, ഏത് മന്ത്രം ജപിക്കും, ഏത് ഗുരുവിൽ നിന്ന് ദീക്ഷ എടുക്കണം, ഏത് സമ്പ്രദായത്തിന്റെ അടിസ്ഥാനത്തിൽ പോകണം, ഏത് കുണ്ടിൽ സ്നാനം ചെയ്യണം, ഏത് ധാമത്തിൽ താമസിക്കണം, ഇവിടെ എവിടെ പരിക്രമം ചെയ്യണം, ഇതിലൊന്നിലും പ്രഭുവിനെ കിട്ടില്ല. നാം എല്ലാവരും ചെയ്യുന്ന കാര്യമാണിത്, പക്ഷേ ഇതിലൊന്നും പ്രഭുവിനെ കിട്ടില്ല. പിന്നെ എന്തിന് നമ്മൾ ചെയ്യുന്നു? ക്വസ്റ്റ്യൻ. നമ്മുടെ മതി വേറെ ഒന്നിലും പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ നമ്മൾ ലാലസരാകണം, നമുക്ക് ആർത്തി വേണം ഭഗവാനെ കിട്ടാൻ. പോരാ 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 എന്നുള്ള ആ മനോഭാവം വേണം. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്താല് നമുക്ക് പെട്ടെന്ന് ഭഗവാനെ കിട്ടുകയുള്ളൂ. അതല്ലാതെ ആ ലാലസ അല്ലെങ്കിൽ ആ ആസക്തി അല്ലെങ്കിൽ ആ ആർത്തി അല്ലെങ്കിൽ ആ ഭഗവാന്റെ പാദകമലത്തിൽ ശരണം പ്രാപിക്കുവാനുള്ള ആ വ്യഗ്രത ഒരു വ്യക്തിക്കില്ല എങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ അറ്റൻഷൻ അല്ലെങ്കിൽ നമ്മളുടെ ശ്രദ്ധ വേറെ ഒന്നിലും
തിരിയാതെ ഇരിക്കാൻ വേണ്ടിയാണ് ഇത്യാദി കാര്യങ്ങൾ ചെയ്യുന്നത്. ഭഗവാനിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് ഈ കൃഷ്ണപ്രേമ അല്ലെങ്കിൽ ഭഗവാനെ കാണാൻ സാധിക്കുന്നത്. കൃഷ്ണഭക്തിരസ ഭാവിത മതി കിയതാം യതി കുതോ ലഭ്യത്തെ തത്ര ലൗല്യം അഭിമൂല്യം ഏകലം കോടി ജന്മ സുഹൃതിം ന ലഭ്യതേ. പ്രഭു നമ്മുടെ ഭജന്റെ ബലത്തിൽ കിട്ടില്ല, ലോഭി വ്യക്തിക്ക് കിട്ടും. അപ്പൊ നമ്മൾക്ക് ലോഭിയാകണം. നിർദേഹം ആദ്യ സുലഭം ദുർലഭം പ്ലവം സുകൽപ്പം ഗുരു കർണധാരം മായ ആനുകൂലേന നവസ് നവ നവസ്വ പരിതം പുമാൻ ഭവാദ്യം ന തരേസ. ആത്മഹ മനുഷ്യ ശരീരം കിട്ടി, ഭക്തിലതാബീജം മുളച്ചു, ഭക്തരുടെ സമാജത്തിൽ കൂടി സേവ, സാധന, സംഘം, സ്വാധ്യായം, കാര്യനിഷ്ഠയിൽ ചാതുർമാസ പാവന പർവ്വതത്തിൽ രാധാഷ്ടമി പശ്ചാത് പാവന പർവ്വതത്തിൽ കാർത്തിക മാസം ശ്രീധാം വാസചതുർമുഖ ബ്രഹ്മാവും ഇതിൻ്റെ സൗഭാഗ്യത്തിന്റെ വർണ്ണനം ചെയ്യാൻ പറ്റില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഭാഗവതം എന്താന്ന് കൊണ്ട് എത്തിക്കുന്നു. ആയതിനാൽ ഓരോ വ്യക്തിയും ഭാഗവതം വളരെ ശ്രദ്ധയോടുകൂടി ഈ അമൂല്യ ഗ്രന്ഥമാണെന്നുള്ള ഭാവത്തിൽ വേണം നമ്മൾ പഠിക്കുവാനും അത് ശ്രദ്ധയോട് കേൾക്കുവാനും നോട്ട് എഴുതാനും അത് കൂടെ കൂടെ വായിക്കുവാനും അത് ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി പഠിക്കുവാനും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനോടുള്ള ആസക്തി നമുക്ക് ഉണ്ടാകുകയുള്ളൂ. കാരണം ആ ഒരു ലോഭം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ കിട്ടുകയുള്ളൂ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരാം പ്രഭു സുഖമാണോ? കൃഷ്ണ പ്രഭു നല്ലതാണ്. ദേവ ഹരേ കൃഷ്ണ പ്രഭു. ആ ഹരേ കൃഷ്ണ. ഹരിബോൾ. സുകുമാരക്കുറിപ്പുകളെല്ലാം ഉണ്ടല്ലോ അല്ലേ? ഉണ്ട് പ്രഭു. പ്രഭുവിനെ കാണാൻ വേണ്ടി വരുന്നതല്ലേ. ഹരിബോൾ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു പ്രഭു. എന്തെങ്കിലും സംശയം? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരികൃഷ്ണ മാധവൻ. ഹരിബോൾ മാധവൻ. ഹരേ കൃഷ്ണ. സുഖായിരിക്കണേ മാധവൻ. സുഖമായിട്ട്. കുഞ്ഞുമോന് കുറവുണ്ടോ അസുഖം? കുറവുണ്ട്. ഇന്ന് ഒന്ന് ശരിക്കൊന്ന് തല എടുത്തത്. മരുന്ന് കഴിക്കില്ല, അതാ പ്രശ്നം. പ്രഭു ഈ മായാവാദികൾ നിരീശ്വരവാദികളാണോ? മായാവാദികൾ എന്ന് പറയുന്നത് നിരാകാരവാദികളാണ്. അവര് ശരിക്കെന്ന് പറയുന്നത് നിരാകാരവാദത്തില് പൂർണ്ണമായിട്ടല്ല. സുഖദേവ് ഗോസ്വാമി അദ്ദേഹം ശരിക്കും നിരാകാരമാണ്. എന്നാൽ മറ്റ് നിരാകാരവാദികൾ കൂട്ടല്ല. കാരണം നിരാകാരവാദികൾ പോകുന്നത് കൈലാസധാമത്തിനും മഹാകാലധാമത്തിനും ഇടയിലോട്ടാണ്. കാരണം ഭഗവാന് രൂപമില്ലെന്നല്ലേ പറയുന്നത്? അവിടെ രൂപമില്ലാത്തത് കൊണ്ട് അവിടെ സേവയില്ല. അപ്പൊ അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, ശിവഭഗവാൻ പറയുന്നത്, മൂർഖനാഥ, നിങ്ങൾക്ക് ഇവിടെ കടന്നിട്ട് എന്ത് പ്രയോജനം, വാ എന്ന്. അപ്പൊ അദ്ദേഹം കൈലാസധാമത്തില് അവരെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ അദ്ദേഹം ഒരു ഭക്തിശാസ്ത്രി കോഴ്സും ഭക്തി വൈഭവ കോഴ്സും ഒക്കെ എടുക്കുന്നു. എന്നിട്ട് ഭക്തിശാസ്ത്രി കോഴ്സും ഭക്തി വൈഭവ കോഴ്സും ഒക്കെ എടുത്തിട്ട് പറഞ്ഞു വിടുന്ന പൊക്കോളാൻ വൈകുണ്ഠത്തോട്ട്. അപ്പൊ അദ്ദേഹമാണ് ശിവതത്വം എന്ന് പറയുന്ന ഗുരുതത്വം.
അപ്പൊ അതുകൊണ്ട് അത് അതറിയാൻ മേലാത്തവരാണ് ഈ പറയുന്നത്. എന്നാൽ സുഖദേവ ഗോസ്വാമി പിന്നീട് സകാരത്തിലോട്ട് വരുവാണ് ചെയ്തത്. ഈ 4 കുമാരന്മാരും ആദ്യം ഇങ്ങനെയായിരുന്നു. വിഷ്ണുവിന്റെ പാദകമലത്തില് തുളസീദളം മണപ്പിച്ച മാത്രയിലാണ് അവർക്ക് സകാര ഭാവത്തിലോട്ട് വരുന്നത്. ഈ മായാവാദികള് നാരായണ ജപിക്കത്തില്ലെന്ന് അങ്ങനെ കണ്ട് കേട്ടിട്ടുണ്ടല്ലോ പ്രഭുജി. അപ്പൊ മായാവാദികൾ നാരായണ ജപിക്കും. പക്ഷെ ദണ്ഡ സ്വീകരണ മാത്രമേ നാരായണ തുല്യമായെന്നാണ് അവർ പറയുന്നത്. നീയും നാരായണൻ, ഞാനും നാരായണൻ. അങ്ങനെ നാരായണനാകാൻ ആർക്കെങ്കിലും പറ്റുമോ? അതെ. അങ്ങനെ ഒരു കാര്യം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? പ്രഭുജി, കൃഷ്ണ. ഹരേ കൃഷ്ണ. അതെ, ആ, കൃഷ്ണ. എനിക്ക് ഒരു സംശയം പ്രഭുജി. ഇത് ചോദിച്ചോളൂ. ഈ കേട്ടില്ല ഭക്തൻ പറയല്ലോ, കേട്ടില്ല. കേൾക്കാൻ വയ്യേ? ചോദ്യം ക്ലിയർ ആകുന്നില്ല. അല്ല, സായിപ്പന്മാരില്ലേ, സായിപ്പന്മാര്, അതെ, ബ്രഹ്മകുമാരീസ് ഒക്കെ ഇല്ലേ, അവര് പറയും പരമശിവനാണ് വലിയ ഇത്, ഭഗവാനാണ് ജ്യോതിർലിംഗം, ഭഗവാനാണ് ഏറ്റവും ശക്തി എന്നൊക്കെ പറയും. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാ പ്രഭുജി അങ്ങനെ പറയുന്നത്? മാതാജി ആ, ഒരു ഒരു സംവിധാനത്തിന് പല ഡയമെൻഷനാണ് ഉള്ളത്. കാരണം ഇത് സൂര്യനിൽ നിന്ന് വരുന്നതല്ലേ പ്രകാശം, ഇല്ലേ? അതെ, സൂര്യപ്രകാശം അതെ. സൂര്യന് തുല്യമാകും. അല്ല. ആ, ആകും. അപ്രകാരം ഇതെല്ലാം ഭഗവാനിൽ നിന്ന് വരുന്നതാണ്. ഈ ആ, ഈ ബ്രഹ്മകുമാരീസ് ജ്യോതിയിലാണ്, അതായത് ആ, സൂര്യപ്രകാശത്തിലാണ്, അതെ. പ്രകാശത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. ആ, മറ്റൊരു വശത്തുകാര് ശിവഭഗവാനിലാണ് വിശ്വസിക്കുന്നത്. വിശ്വസിക്കുന്ന പക്ഷെ അവരാ. അപ്പൊ ഭാഗവതം പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഇതില് ഭാഗവതം അല്ല, ഞാനിങ്ങനെ ഈ ഹരേകൃഷ്ണയുടെ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവര് പറയാ, ഭഗവാൻ അമ്മയും അച്ഛനും ഉണ്ട്, പരമശിവന് അച്ഛനും അമ്മയും ഇല്ല, അതുകൊണ്ട് ഭഗവാനാണ് മുന്നേ. എനിക്ക് കൂടുതലൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ശരി, ഭഗവാൻ ഗുരുവായൂരപ്പനാണ് ഏറ്റവും വലിയ ഇതെന്നുള്ള ഇതാണ്, ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും ഇതില്, ദേവകി കൃഷ്ണൻ എന്നല്ലേ പറയുന്നേ, ദേവോ. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് അത് പ്രായമുള്ള ആളായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ അതുകൊണ്ടൊന്ന് ചോദിച്ചു, എന്നോട് ഇങ്ങനെ ഒരാള് തർക്കിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തർക്കത്തിനൊന്നും ഇല്ല, ഭഗവാന്റെ കഥകൾ അതാണ് നല്ലത് എന്ന് പറഞ്ഞോളൂ. അപ്പോഴാ എനിക്ക് മനസ്സിലായി അവര് ബ്രഹ്മകുമാരീസിന്റെ ആൾക്കാരാണെന്ന്. അവര് ബ്രഹ്മജ്യോതിയിലാണ് മാതാജി. കാരണം ശിവപുരാണം എഴുതിയത് 13ാമത്തെ താമസിക് മന്വന്തരത്തിലാണ് ശിവപുരാണം എഴുതിയത്. അതാണ് ഇവർക്ക് ആ, ആർക്കും മനസ്സിലാകാത്തത്. ആ താമസിക് മന്വന്തരത്തില് ശിവഭഗവാന് ഫുൾ ഉത്തരവാദിത്വം കൃഷ്ണൻ കൊടുത്തു. ആ സ്നേഹം, പരം വൈഷ്ണവനോടുള്ള ഒരു സ്നേഹം. ആ, അപ്പോ അതിൽ പറയുന്ന എല്ലാം സ്നേഹം. ശിവഭഗവാനാണെന്നാണ്. ബാക്കി 13 മന്വന്തരത്തിലും വിഷ്ണുവാണ് ശ്രേഷ്ഠൻ. പക്ഷെ അത് ഇവരാരും പറയുന്നില്ല. ഇനി ആ, ഈ ശിവഭഗവാൻ ഇല്ല. തന്നെ ആരെയാണ് ഭജിക്കുന്നത്? മാതാജി പറ. ശിവഭഗവാൻ ആരെയാണ് ഭജിക്കുന്നത്? സദാ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹം സദാ നാമം ഭഗവാന്റെ കഥ കേൾക്കാനാണ് ഇഷ്ടം. ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏഹ് സംകർഷണനാമം. ആ ശ്രീരാമന്റെ കഥയിലും ശ്രീസാദിയുടെ എല്ലാം കേൾക്കാൻ ആഗ്രഹം. അദ്ദേഹം രാമനാമം ജപിച്ചുകൊണ്ടേയിരിക്കുക എല്ലാ സദാ. ഉം. അപ്പൊ അതുകൊണ്ടാണ് ശിവഭഗവാൻ പറയുന്നത്, പാർവതി മാതയോട് എത്രയോ തവണ പറയുന്നുണ്ട്, ആരാധന ആഗ്രഹം. വിഷ്ണു ആരാധന എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ അങ്ങനെ പലതും പറയും.
പിന്നെ നമ്മൾ പറയത്തില്ലേ, എൻ്റെ അച്ഛൻ, കൊച്ചുകുട്ടികൾ പറയത്തില്ലേ, എൻ്റെ അച്ഛൻ പോലീസുകാരനാ കേട്ടോ, ഞാൻ പോലീസിനെ കൊണ്ട് അടുപ്പിക്കും എന്നൊക്കെ പറയത്തില്ലേ കൊച്ചുകുട്ടികൾ. എന്ന് എന്ന് പറഞ്ഞ മാതിരിയേ ഉള്ളൂ. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഓക്കെ. പിന്നെ ബ്രഹ്മകുമാരീസിന്റെ നിഷ്ഠ ഭയങ്കര സ്ട്രോങ് ആണ് നമ്മുടെ കൂട്ട് തന്നെ. അത് ഭയങ്കര ഇതാണ്, സമ്മതിച്ചു കൊടുക്കണം. അവരുടെ നിഷ്ഠ ഭയങ്കര, അവരുടെ പിന്നെ നിഷ്ഠയിലെ പല കാര്യങ്ങളും അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. ആ, പക്ഷെ എന്ന് പറഞ്ഞിട്ട് പരമദിവ്യത്വം പുരുഷൻ പ്രകാശമാണെന്ന് പറയുമ്പോൾ നമുക്ക് പറ്റത്തില്ല. അവിടെ ഒരു പ്രശ്നം വരും. പിന്നെ അങ്ങനെയുള്ളവരോട് കൂടുതൽ സംസാരിക്കാൻ പോകണ്ട. ഇന്ന് നമ്മുടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ നിരാകാരവാദികളാണ്, അതായത് സകാരവാദികൾ കുറവാണ്. അവർക്ക് അവരുടെ ഇതിൽ ഭയങ്കര നോളജുമാണ്. അപ്പോൾ അവരോട് തർക്കിക്കണമെങ്കിൽ നമുക്ക് നല്ല അറിവുണ്ടെങ്കിൽ ഇത് മാത്രമേ, വേണം. ഇല്ലെങ്കിൽ നമുക്ക് സംശയം വരും. അല്ല നമ്മുടെ ഇത് ലിങ്ക് ഉണ്ട്, അവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാ. ഇത് കേൾക്കാം, അതിൽ വേണേ ചേര്, അതെ ശ്രദ്ധിക്കുക, കഥകളൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ വേണ്ടി ചോദിച്ചത്, അപ്പോഴാ കിട്ടിയത്. ഇല്ലില്ല, അവരൊരിക്കലും നമ്മുടെ ഇതിൻ്റെ വെള്ളിയാഴ്ചത്തെ ക്ലാസ് ഒക്കെ ഉണ്ട്. ഇല്ല, അവരൊരിക്കലും വരത്തില്ല. ആ അവരൊരിക്കലും വരത്തില്ല. ഞാൻ നമ്മുടെ പരിചയത്തിലുള്ളതുകൊണ്ട് പരിചയമുള്ളതുകൊണ്ട് കൊടുക്കാമെന്ന് വെച്ച് വിളിച്ച് പറഞ്ഞതാ, അപ്പോഴാ ഇതറിഞ്ഞ്. ഹരേ കൃഷ്ണ പ്രവി, ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് നിർത്താം. വാഞ്ചാകൽപതരുപശ കൃപാസിന്ധേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ അനന്തകോടി വൈഷ്ണവൃന്ദക്കി ജയ, അനന്തകോടി ആചാര്യവൃന്ദക്കി ജയ. नामाचार्य साधुपुर की गुरु परंपरा की श्रील प्रभुपाद की जय. गौर प्रमानंदे हरि हरि. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഗൗരാദയത്തിൽ സുഖമായിട്ട് പോയി കിടന്ന് ഉറങ്ങിക്കോ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഞാൻ ഓർക്കാതെ രാമായണം, ഞാൻ 9:15 രാമായണം ആണെന്ന് വെച്ച് വേഗം രാമായണം അപ്പൊ ബുധനാഴ്ച ഭാഗവതാണ് നമ്മുടെ ഇല്ല, വെള്ളിയാഴ്ച. അത് ഓർത്തില്ല. ബുധനാണ് ബുധനാഴ്ചയും ഭാഗവതം. അത് ഓർത്തില്ല. ഞാൻ പുസ്തകം എടുത്തോണ്ടിരുന്നു, ഇപ്പോഴാ പ്രഭുവിനെ കണ്ട. സന്തോഷം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.